അറ്റത്തെ കിളിക്കൂട്ടിലാണെങ്കിൽ നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ അടുത്താണെങ്കിൽ നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ മനസ്സിലുള്ളത് കേട്ടിരിക്കാനും ഇപ്പോൾ ഒരാളായല്ലോ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ വിവാഹം നടത്താമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. തുടർന്നാണെങ്കിൽ നമ്മുടെ ഗായത്രി ആണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന നിധിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, സത്യം പറയും, നിങ്ങൾ ആരുടെ സുധീഷ് ഏട്ടൻ്റെ ആരാണ് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും, സാധിക്കും. എപ്പോഴും നിങ്ങളെ കാണാലോ, നിങ്ങൾ ആരാ എന്ന് ചോദിക്കുന്ന ആ സമയം നിങ്ങൾ വല്ല കസിനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ സുധീഷിൻ്റെ അമ്മായിയാണ് എന്ന് നിധി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും, സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സുധീഷാണെങ്കിൽ അവിടേക്ക് കടന്നു വരികയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ നിധി ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകാൻ കണ്ടിട്ട് അനിയനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ പ്രശ്നമെന്ന്. അതേ, പ്രശ്നം നിങ്ങളുടെ ഗായു തന്നെയാണ് എന്ന് നമ്മുടെ അനുജനാണെങ്കിൽ ആരോട്, സുധീഷിനോട് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ.